കുക്കിംഗ് ക്രാഫ്റ്റിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഹെൽത്തി ഡ്രിങ്ക്സ് ആണ്. അത് 6 മാസം പ്രായമായ ബേബി മുതൽ സ്റ്റെപ്പായിട്ടുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക്സ് ആണ്. അതിനകത്ത് ഒരുപാട് വൈറ്റമിൻസ് ഉള്ളതാണ്. നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഡ്രിങ്ക്സിന് വേണ്ടത് ഇത് ഉണക്കമുന്തിരിയാണ്. ഇത് ഒരു 30 ഉണക്കമുന്തിരിയുണ്ട്. ഞാൻ എണ്ണ എടുത്തപ്പോഴത്തെ ഇങ്ങനെ ഒരു കൈ എടുത്തതാണ്. ഉണക്കമുന്തിരിയാണ്. ഇത് ഞാൻ 3 പ്രാവശ്യം ഞാൻ തണുത്ത വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ ഒരു 2 മിനിറ്റ് 1 മിനിറ്റോളം ഇട്ടേക്കണം. അപ്പോഴും നമ്മൾ വെളിയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നില്ല പോലെ. അപ്പം അത് ചൂടുവെള്ളത്തിലൂടെ ഒന്ന് കഴുകിയതിന് ശേഷം തലേ ദിവസം വൈകിട്ട് നമ്മൾ ഈ മുന്തിരി മുങ്ങിക്കിടക്കാനുള്ള കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് തലേ ദിവസം ഇട്ട് വെക്കണം. അത് കുതിർന്ന് കഴിയും. രാവിലെ ആകുമ്പോഴേ നന്നായിട്ട് കുതിരും. അപ്പം അത് ഞെരടണം. നല്ലതുപോലെ ഞെരടി പിഴിഞ്ഞിട്ട് വെള്ള തുണിയിലാകാം അരിപ്പയിലാകാം അങ്ങനെ അരിച്ചെടുത്തുകൊണ്ട് വരണം. അങ്ങനെ അരിച്ചെടുത്ത് കൊണ്ടുവന്നതാണ് ഞാനിപ്പോൾ. എനിക്ക് ഇന്നലെ ഇട്ടതാണ്. ഇന്നലെ ഇട്ട് ഞാൻ ഇന്ന് രാവിലെ പിഴിഞ്ഞെടുത്തതാണ്. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് 6 മാസം പ്രായമായ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ ഈ മോശം പോകത്തില്ലായിരിക്കും. ഡ്രൈ ആയിട്ട് മോശം പോകുന്നത്. അപ്പോൾ അവർക്ക് ഇതിൽ 3 സ്പൂണ് ഇങ്ങനെ 3 സ്പൂൺ എടുക്കുക. എടുത്തിട്ട് അതിനകത്ത് അതിൻ്റെ ഇരട്ടി വെള്ളവും കൂടെ ഒഴിക്കണം. ഇങ്ങനെ ഒഴിച്ച് പഞ്ചസാരയും കൂടെ ഇടണം. ഇങ്ങനെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് 2-3 പ്രാവശ്യം കൊടുത്തിരുമ്പോൾ നല്ലതായിട്ട് ലൂസ് മോഷനായിട്ട് പോകും. ഡ്രൈ ആയിട്ട് പോകുന്നവർക്ക്. അല്ലാതെ പാല് കൊടുക്കുന്ന അമ്മമാർക്ക് പാല് കുറവാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുക്കാൻ പറ്റും. ഇതുപോലെ 3-2 എടുത്തിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് പഞ്ചസാരയും കൂടെ ഇട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അത് നല്ലതാണ്. ഇതിനകത്ത് എല്ലാ കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം അങ്ങനെ ഒരുപാട് കലവറയുടെ ഒരു കേന്ദ്രമാണ് ഈ ഉണക്കമുന്തിരി എന്ന് പറയാൻ ഡ്രൈ ഗ്രേപ്സ്. അപ്പം ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട രീതിയാണ് ഞാൻ പറഞ്ഞത്. കുഞ്ഞുങ്ങൾക്ക് നല്ല കളർ വെക്കും. പറയണ്ടല്ലോ ഇതിൻ്റെ ഒരു രഹസ്യം എന്താണെന്നുള്ളത്. അപ്പോൾ ഇനി വലിയവർക്ക്, അതായത് കൊച്ചുകുട്ടികൾ മുതൽ വലിയ എല്ലാവർക്കും കൊടുക്കാവുന്നതാണ്. പക്ഷെ എല്ലാവർക്കും നമുക്കങ്ങനെ പറ്റില്ലല്ലോ. എങ്കിലും ചെറുപ്പക്കാര്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും, ആണെന്നോ പെണ്ണെന്നോ ഇവിടെ വ്യത്യാസമില്ല, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിരാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഇതുപോലെ, അപ്പോൾ ആവശ്യത്തിന് വലിയവർക്ക് കഴിക്കാൻ ഇങ്ങനെ അങ്ങ് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്യാം. വെള്ളം മിക്സ് ചെയ്തിട്ട് അതിരാവിലെ വെറും വയറ്റിൽ അവർക്ക് കൊടുത്തു തന്നെ ഏറ്റവും ഫുൾ എനർജി ആയിരിക്കും. കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ അതിന് മുമ്പേ കൊടുത്തിട്ട് പോകാം. വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനായാലും ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവർക്ക് ഈ ഡ്രിങ്ക്സ് കൊടുക്കാം. അപ്പം അവർക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ ഡ്രിങ്ക്സിനകത്ത് പഞ്ചസാര ചേർക്കാം. അത്യാവശ്യം 1 സ്പൂൺ ഹണി ചേർക്കാം. 1-2, ഞാനിപ്പോൾ 2 ചേർക്കാണ്. ഇത് ചെറിയ സ്പൂണാണ്. ഇത് ഒറിജിനൽ തേനാണ്. നമ്മുടെ വയനാട്ടിൽ നിന്ന് മോനും വൈഫും കൂടെ പോയിട്ട് വന്നപ്പോൾ അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. നല്ല തേൻ, ചെറുതേനാണ്. എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്നതാണ് ഈ ഡ്രിങ്ക്സ്. അതുപോലെ നമ്മൾ ഈ പാക്കറ്റിൽ ഡ്രിങ്ക്സ് പാക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കില്ല. അങ്ങനെ കൊടുക്കാതെ നമ്മുടെ കൊച്ചു കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇത് എല്ലാ ദിവസവും കൊടുക്കാൻ പറ്റിയെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ ആഴ്ച ഒരു 2 ദിവസമെങ്കിലും അവർക്ക് കൊടുക്കണം. ഈ പാക്കറ്റിൽ നിന്ന് ജ്യൂസ് വാങ്ങിച്ച് കൊടുക്കാതെ ഈ ജ്യൂസ് കൊടുത്ത് പഠിപ്പിക്കണം. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അവർക്ക് എന്താണ്, പ്രതിരോധ ശേഷി കിട്ടും. പെട്ടെന്ന് പനി അങ്ങനെയുള്ള യാതൊരുവിധ അസുഖങ്ങളും ഉണ്ടാകത്തില്ല. ഇങ്ങനെ ഡെയിലി കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ രോഗത്തെയൊക്കെ നമുക്ക് കടത്തിവിടാം. നമുക്ക് ജലദോഷം, സ്കൂളിൽ പോകുന്ന കുട്ടികളല്ലേ, അവർക്ക് പനിയും ജലദോഷം മറ്റോ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഈ ഉണക്കമുന്തിരിയുടെ ജ്യൂസ് കൊടുത്ത് അങ്ങനെ പഠിപ്പിക്കുക. എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഇനി നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് വരുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.